ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ആവറേജസ്, LSTS ഫിലിംസിന്റെ ക്ലാസ് ആണ്. മാത്സിലെ ആവറേജസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ബോട്ടൻസിനെയും റേഷ്യോ പ്രൊപ്പോർഷൻ, ടൈം ഡിസ്റ്റൻസ്, സ്പീഡ് ഡിസ്റ്റൻസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ആവറേജസ്, പ്രോഫിറ്റും ലോസും എടുത്തു. പിന്നെ തൻജീത് സാറ് LCM HCF എടുത്തിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്സ് നമ്മുടെ ഇപ്പോൾ കവർ ആയിട്ടുണ്ട്. ഇന്ന് ആവറേജസ് ആണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് പ്രിലിംസ് ആകുമ്പോഴേക്കും നമ്മുടെ ടോപ്പിക് ഒക്കെ തീർക്കണ്ടേ. ടോപ്പിക്കും റിവിഷനും നടത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ശനി ഞായർ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത എല്ലാ പോർഷന്റെയും ഇൻക്ലൂഡിങ് തൻജീത് സാർ എടുത്ത പോർഷന്റെയും കൂടെ എക്സാം ഉണ്ട്, റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. ഒരു 50 മാർക്കിൽ 50ഓ 100ഓ ഞാൻ ക്വസ്റ്റ്യൻ എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യാം. മാർക്കിനാണ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. എല്ലാവരും മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് PSCയുടെയും UPSCയുടെയും PYQകളായിരിക്കും മെയിൻ ആയിട്ട് ഇടുന്നുണ്ടാവുക. UPSC, SSC, PSC അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിവിഷൻ ടെസ്റ്റ് ആയിരിക്കും. എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കയറല്ലേ. ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ. ഇപ്പോൾ മാർക്ക് ആണെങ്കിൽ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. വെയിറ്റ് ആണെങ്കിൽ മൊത്തം ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എത്ര ആളുകളിലാണ് വെയിറ്റ് ആണുള്ളത്. അങ്ങനെ അതിന്റെ മീൻ കാണുന്നതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയുക. ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷൻ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ടോട്ടൽ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, മാർക്ക് ആണെങ്കിൽ മാർക്ക്, അങ്ങനത്തെ അതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര ആളുകളുടെ അല്ലെങ്കിൽ എത്ര സാധനങ്ങളുടെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ആവറേജ് എന്ന് പറയാം. ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരുവിധം ഇക്വേഷൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക. ഈ ഒരു ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടാവണം. ഒരു ചോദ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം അതാണ്, ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ആവറേജ് ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ടഫായിട്ട് തോന്നിയില്ല ഞാൻ നോക്കിയപ്പോൾ. ഇതിൽ ഞാനിപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്നത് മുഴുവൻ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഡിഗ്രി പ്രിലിംസിന്റെ മെയിൻസിന്റെ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if we choose 4 numbers, then the average of the first 3 will be 16 and that of the last 3 will be 15. If the last number is 18, then the first number will be. എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. If we choose 4 numbers, then the average of the first 3 will be 16. നമ്മൾ 4 നമ്പേഴ്സ് എടുക്കാന്ന് വിചാരിക്കുക. അതിന്റെ ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. അവസാനത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ എന്താണെന്നാണ് ചോദ്യം. ആദ്യത്തെ 3 നമ്പേഴ്സ്, 4 നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് 16ഉം അവസാനത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് 15ഉം ആണെങ്കിൽ അവസാനത്തെ നമ്പർ എത്രയാണ്? അവസാനത്തെ നമ്പർ 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആദ്യത്തെ 4 നമ്പേഴ്സ് ഉണ്ട്, അതിലെ ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് 16ഉം അവസാനത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് 15ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അവസാനത്തെ നമ്പർ 18 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ കാണാനാണ് ചോദ്യം. എല്ലാവർക്കും ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുവോ? എന്നും നമ്മൾ തരുന്നവരെ 30 സെക്കൻഡ് സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ ചെയ്ത് ആൻസർ കമന്റ് ചെയ്യും. ഓക്കെ, ഹലോ. ഓക്കെ, ആൻസേഴ്സ് കമന്റ്സ് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. 21 ആണ് ആൻസർ. ഓക്കെ, കിട്ടാത്തൊരു വിഷമിക്കണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവല്ലേ. നമ്മൾക്ക്
പറഞ്ഞിട്ടുള്ളത് 4 നമ്പേഴ്സ് ആണുള്ളത്. നമുക്ക് നമ്പേഴ്സിന്റെ വാല്യൂ ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെ എടുത്തു? എന്നും ബിന്നും സിന്നും ഡിന്നും. 4 നമ്പേഴ്സ് ആണുള്ളത്, എയും ബിയും സിയും ഡിയും. എയും ബിയും സിയും ഡിയും ആണുള്ളത്. എയുടെ വാല്യൂ അറിയില്ല, ബിയുടെ വാല്യൂ അറിയില്ല, സിയുടെ വാല്യൂ അറിയില്ല, ഡിയുടെ വാല്യൂ അറിയില്ല. എന്താണ് തന്നിട്ടുള്ളത്? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3. ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ ആവറേജ് 16 ആണെന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ എ പ്ലസ് ബി പ്ലസ് സി എന്താ? 16 ഇൻറ്റു 3 അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി 16 ഇൻറ്റു 3 48. എ പ്ലസ് ബി പ്ലസ് സി 41 ആണ്. അടുത്ത് തന്നിട്ടുള്ളത് അവസാനത്തെ 3 നമ്പേഴ്സിന്റെ സമ്മ് 15 ആണ്. അതായത് ബി plus average b plus c plus d divided by 3 is equal to 15. Okay, അപ്പോ b plus c plus d എത്രയാ? 3 into 15 എത്രയാ? 45. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഡിയുടെ വാല്യൂ 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിയുടെ വാല്യൂ 18 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡിയുടെ വാല്യൂ 18 എന്നുള്ളത് ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. b plus c plus d is equal to 45 എന്ന് തന്നിട്ടുണ്ട്. ഡിയുടെ വാല്യൂ 18 ആണെങ്കിൽ b plus c എന്താ? 45 മൈനസ് 18 അല്ലേ? b plus സിയുടെ വാല്യൂ 45 മൈനസ് 18 ആണ്. 45 18 പോയാൽ 27. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താ? എ പ്ലസ് ബി പ്ലസ് സി 48 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ നമുക്കറിയാം 48 ആണെന്ന്. ബി പ്ലസ് സിയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി 27 ആണ്. അപ്പൊ 48 മൈനസ് 27. 48 മൈനസ് 27. ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 21ന് 11 എന്നാണ് ഞാൻ എഴുതിയത്. 48 മൈനസ് 27 21 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 21 ആണ്. ഓക്കെ, എയുടെ വാല്യൂ 21 എങ്ങനെ കിട്ടിയെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നമുക്ക് 3 നമ്പേഴ്സിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3 16 ആണെന്ന്. അതിന് എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ ആണ്. ബി പ്ലസ് സി പ്ലസ് ഡിയുടെ വാല്യൂ ആവറേജ് തന്നിട്ടുണ്ട്. അതിന് ബി പ്ലസ് സി പ്ലസ് ഡിയുടെ വാല്യൂ ആണ്. ഡി എത്രയാന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബി പ്ലസ് സി കാണാൻ പറ്റും. എ പ്ലസ് ബി പ്ലസ് സിന്ന് ബി പ്ലസ് സി പോയി കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. ഇവിടെ 21 ആണ്. സോറി, എന്തോ മിസ്റ്റേക്ക്. ഞാൻ ഇപ്പൊ സ്ലൈഡ് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തിരുത്താൻ പറ്റില്ല. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. എയുടെ വാല്യൂ 21 ആണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ ഞാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് മാർക്സ് ഓഫ് 10 students in a group is 25. If one more student is joined in this group, the average changes to 24. What is the mark of the new student? 10 കുട്ടികളുടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 25 ആണ്. 10 കുട്ടികൾ പരീക്ഷ എഴുതി, അവരുടെ ആവറേജ് മാർക്ക് 25 ആണ്. ഇഫ് വൺ മോർ സ്റ്റുഡന്റ് ഈസ് ജോയിൻഡ് ഇൻ ദിസ് ഗ്രൂപ്പ്, ഒരു കുട്ടി കൂടി വന്നു. അതായത് 10 കുട്ടികളാണ് ഉള്ളത്, അതിൽ കൂടെ ഒരു കുട്ടി കൂടി വന്നപ്പോ ആവറേജ് 24 ആയി മാറുകയാണ് ചെയ്തത്. The average changes to 24. What is the mark of new student? പുതിയ കുട്ടിയുടെ മാർക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 10 കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് 25 ആണ്. ഒരു കുട്ടി കൂടി വന്നപ്പോൾ ആവറേജ് 25 ആണ്. ഒരു കുട്ടി കൂടെ വന്നപ്പോൾ ആവറേജ് 24 ആയി മാറി. അങ്ങനെയാണ് പുതിയ വന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണ്. ഒന്ന് ചെയ്തു നോക്കുവോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ. ഇതൊക്കെ ഞാൻ പറഞ്ഞു PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ മോഡൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എല്ലാവരും ഞാൻ 30 സെക്കൻഡ് സമയം തരാം. ട്രൈ ചെയ്തിട്ട് ആൻസേഴ്സ് കമന്റ് ചെയ്തു. ഓക്കെ.
ഹലോ, എല്ലാരും അവിടെ തന്നെ അല്ലേ? ചെയ്ത് നോക്കിയോ? കിട്ടിയോ? ഓക്കെ, കമന്റുകൾ വരാൻ തുടങ്ങി. ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്. ആ, ഓക്കെ. റിഷാനിക്ക് അറിയില്ലല്ലേ? കുഴപ്പമില്ല. നമ്മള് ഇത് ചെയ്ത് നോക്കിയിട്ട് തന്നെയല്ലേ പഠിക്കുക. അറിയാത്ത കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. റിവിഷൻ ടെസ്റ്റ് എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഞാൻ ഗൂഗിൾ ഫോമിലായിരിക്കും എക്സാം ഇടുന്നത്. ആരൊക്കെ അറ്റൻഡ് ചെയ്തു എന്ന് എനിക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി എനിക്ക് കിട്ടും. ഞാൻ എത്രത്തോളം അവരവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കിയോ? ആവറേജ് മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 25. One more student is joined in this group. The average changes to 24. What is the mark of new student? Okay. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്സ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഞാൻ പറഞ്ഞു ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്സ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആവറേജ് മാർക്ക് ഓഫ് 10 സ്റ്റുഡൻസ് ഈസ് 25. അപ്പോൾ 25 കുട്ടികളുടെ ആവറേജ് മാർക്ക് 10 ആണ്. അപ്പം ടോട്ടൽ മാർക്ക് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് കാണാൻ പറ്റില്ല നമുക്ക്. 25 into 10. Total mark x is equal to 250. One more student added to the group, then the average become 24. ഒരു കുട്ടി കൂടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ, ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ആവറേജ് 24 ആയി. കുറയാണ് ചെയ്തത്. ആവറേജ് 24 ആയി കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? പുതിയ ആവറേജിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24 is equal to x by 11 അല്ലേ? ഒരു കുട്ടി കൂടി വന്നു. ആദ്യം 10 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒരു കുട്ടി കൂടി വന്നപ്പോൾ 11 ആയി. ആവറേജ് 24 is equal to x by 11. x എന്ന് പറഞ്ഞാൽ x1 നിന്ന് എടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഇപ്പോ പുതിയ സം എത്രയാ? 24 into 11 അല്ലേ പുതിയ സം? 264. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ പുതിയ വന്ന കുട്ടിയുടെ മാർക്ക് കാണാൻ മനസ്സിലാവില്ലേ? അതായത് ആദ്യം 10 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ആവറേജ് 25ഉം പിന്നെ ഒരു കുട്ടി കൂടെ വന്നപ്പോൾ ആവറേജ് 24 ആയി. അങ്ങനെയാണെങ്കിൽ പുതിയ വന്ന കുട്ടിയുടെ മാർക്കാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് ടോട്ടൽ മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ടോട്ടൽ മാർക്സ് ഓഫ് 11 സ്റ്റുഡൻസ് കിട്ടും. അപ്പോൾ ഈ 10 സ്റ്റുഡൻസിന്റെ മാർക്ക് 11 സ്റ്റുഡൻസിന്റെ മാർക്കിൽ നിന്ന് 10 സ്റ്റുഡൻസിന്റെ മാർക്ക് കിട്ടിയപ്പോൾ പുതിയ വന്ന ആളുടെ മാർക്ക് കിട്ടും. സോ 264 minus 250. 264 minus 250 എത്ര? 14. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ ഈ ചോദ്യം കണ്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Average mark of 10 students of a class in a certain subject is 45. However, it is seen that 4 of the 10 students also have an average mark of 45. What will be the average marks of the remaining 6 students of the class? Okay, 10 കുട്ടികളുടെ മാർക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. Average marks of 10 students of a class in certain subject is 45. 10 കുട്ടികളുടെ ചില സബ്ജക്റ്റിലെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 45 ആണ്. However, it is seen that 4 of the 10 students also have an average mark of 45. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ 4 കുട്ടികളുടെ, ഈ 10 കുട്ടികളിൽ 4 കുട്ടികളുടെ ആവറേജ് മാർക്കും 45 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 6 കുട്ടികളുടെ ആവറേജ് മാർക്ക് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 10 കുട്ടികളുടെ ആവറേജ് മാർക്ക് 45ആണ്. അതിൽ 4 കുട്ടികളുടെ ആവറേജ് മാർക്കും 45ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 6 കുട്ടികളുടെ ആവറേജ് മാർക്ക് കാണാനാണ് ചോദ്യം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവോ? ഓക്കെ, ഞാൻ 30 സെക്കൻഡ് സമയം തരാം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യും. ഓക്കെ,
ഹലോ, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻസേഴ്സ് ഒന്നും കമന്റിൽ വന്നു കണ്ടില്ലല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയേണ്ട ഒരു ബേസിക് കാര്യം എന്താണ്? ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്ക് ബൈ ടോട്ടൽ സ്റ്റുഡന്റ് ആണ്. ആവറേജ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ സ്റ്റുഡന്റ് ആണ്. ആവറേജ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അതിന്റെ അപ്ലിക്കേഷൻ ആണ് എങ്ങനെ പോയാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. സോ 45 എന്ന് പറഞ്ഞാൽ x/10 ആണ്. ഓക്കെ, ഇത് പറഞ്ഞു. അതായത് 10 കുട്ടികളുടെ മാർക്സിന്റെ ആവറേജ് 45 ആണ്. അപ്പോ ഈ കേസിൽ എക്സിന്റെ വാല്യൂ എത്ര? 450 അല്ലെ? 45 into 10 450. ഇനി വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. 4 of the 10 students have average mark of 45. ഈ 10 തന്നെ 4 കുട്ടികളുടെ ആവറേജ് മാർക്ക് 45 തന്നെയാണ്. അപ്പോൾ 45 equal to y/4 ഇങ്ങനെ എഴുതി കൂടെ. നമുക്ക് y എന്ന് പറഞ്ഞാൽ ഈ 4 കുട്ടികളുടെ ടോട്ടൽ മാർക്ക്, y/4 equal to 45. ഇതിൽ നിന്ന് നമുക്ക് സം ഓഫ് ഈ 4 കുട്ടികളുടെ മാർക്സിന്റെ സം എത്രയെന്ന് കാണാൻ പറ്റും. 45 into 4 180. ഓക്കെ, y equal to 180 ആണ്. ടോട്ടൽ മാർക്ക് ഓഫ് റിമൈനിങ് 6 സ്റ്റുഡൻസ് അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലേ? അതായത് 10 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് 450 ആണെന്ന് നമുക്ക് കിട്ടി. 4 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് 180 ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ റിമൈനിങ് 6 സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 450 minus 180. 450 minus 180 is equal to 270. 270 എന്താ? ടോട്ടൽ മാർക്സ് ആണ്. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ബാക്കിയുള്ള 6 കുട്ടികളുടെ മാർക്സിന്റെ ആവറേജ് ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക? 270 divided by 6 is equal to 45. ഓക്കെ, ഹലോ. ഓക്കെ, ദാറ്റ് ഒരു ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The average of 10 observation was found to be 20. Later on, it was detected that 12 was misreaded as 21. The correct average is. Okay. ഒരു നമ്മൾ റീഡിങ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. നമ്മൾ ഫിസിക്സ് ലാബിൽ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 ഒബ്സർവേഷൻ ആണ് നമുക്ക് വേണ്ടത്. 10 ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞു. 10 അതിന്റെ സമ്മ് കിട്ടി. അതിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിന്റെ ആവറേജ് കിട്ടി 20 എന്ന് ആവറേജ് കിട്ടി. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിറ്റക്റ്റഡ് ദാറ്റ് 12 വാസ് മിസ്റീഡ് ആസ് 21. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 12 ആയിരുന്നു ശരിക്കും എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളിവിടെ 21 തെറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. 12-ന് പകരം 21 തെറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതായത് 21 എടുത്തപ്പോഴാണ് നമുക്ക് ആവറേജ് 20 കിട്ടിയത്. ശരിക്കും 12 ആയിരുന്നു എടുക്കേണ്ടത്. 12 എടുത്തിട്ടാണ് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ശരിക്കും ഒറിജിനൽ ആവറേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതാണ് ഈ കേസിൽ. ആ ഒരു ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. ആവറേജ് ഓഫ് 10 ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് 12-നെ 21 എന്ന് എഴുതിയിട്ടായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം. ഒന്ന് ചെയ്തു നോക്കുവോ? പെട്ടെന്ന് ചെയ്യണം കേട്ടോ. 30 സെക്കൻഡ് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണിത്. ചെയ്തിട്ട് വേഗം ആൻസേഴ്സ് കമന്റ് ആയി പോരട്ടെ.
ഹലോ, ചെയ്ത് നോക്കിയോ? ആൻസേഴ്സ് ഇന്ന് എന്താ കമന്റിൽ വരാത്തത്? ഓക്കെ, എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? Given that average of 10 observation is 20. ഓക്കെ, 10 ഒബ്സർവേഷന്റെ ആവറേജ് 20ആണ്. അപ്പോൾ ആവറേജിന്റെ ഇക്വേഷൻ എന്താ? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. 20 is equal to x by 10 ആണ് അല്ലേ? ട്വന്റി ഈസ് ഈക്വൽ ടു എക്സ് ബൈ 10. അപ്പൊ സം ഓഫ് ഒബ്സർവേഷൻ എന്തായിരിക്കും? 200. 20 ഇൻറ്റു 10 അല്ലേ? സം ഓഫ് ഒബ്സർവേഷൻ 200 ആണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? 12 ഈസ് മിസ്റീഡഡ് ആസ് 21. 12ന് പകരം 21 എഴുതിയത്. അപ്പൊ ശരിക്കും എന്തായിരുന്നു വേണ്ടത്? 12 വേണ്ടത്. അപ്പൊ 12ഉം 21ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 21 മൈനസ് 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 9 അല്ലേ? അപ്പോൾ ആക്ച്വൽ സം ഓഫ് ഒബ്സർവേഷനിൽ നിന്ന് ഈ എക്സ്ട്രാ വന്ന 9, അതായത് 12ന് പകരം 21 എഴുതിയപ്പോൾ എക്സ്ട്രാ വന്ന 9നെ കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ സം ഓഫ് ഒബ്സർവേഷൻ കിട്ടില്ലേ? അപ്പൊ 200 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 191. 191 ശരിക്കും സം ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ ഇയാള് എന്ത് ചെയ്തു? 12ന് പകരം 21 എഴുതിയത് കൊണ്ടാണ് ഇവിടെ 200 കിട്ടിയത്. അപ്പോ അത് നമ്മൾ ആ തെറ്റായി എടുത്ത, അധികമായി എടുത്ത 9 അതിൽ നിന്ന് മൈനസ് ചെയ്തു. 200 മൈനസ് 9 191 കിട്ടി. അപ്പൊ ആക്ച്വൽ ആവറേജ് എത്ര? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ സം ഓഫ് ഒബ്സർവേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ കിട്ടിയെന്ന് വിചാരിച്ചിരിക്കും. ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഓപ്ഷനിൽ ആ വാല്യൂ ഉണ്ടാവും ചെയ്യും. അതിൽ നമ്മൾ നിർത്തരുത്. നമ്മളോട് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വൽ ആവറേജ് കാണണം. ആക്ച്വൽ ആവറേജ് എന്ന് പറയുമ്പോൾ actual sum divided by 10. 191 by 10, 19.1. 19.1. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ. Average weight of 20 students in a class is increased by 1 kg when 2 students left the class. If the average weight of those 2 students is 60, what was the average weight initially? Okay, average weight of 20 students in a class is increased by 1 kg when 2 students left the class. If the average weight of those 2 students is 60, what was the ആവറേജ് വെയിറ്റ് ഇനീഷ്യലി? ഓക്കെ, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളാണ് ഉള്ളത്. ആ 20 കുട്ടികളുടെ വെയിറ്റ് ഇൻക്രീസ് ആയി. എത്ര? 1 കിലോഗ്രാം ഇൻക്രീസ് ആയി 2 സ്റ്റുഡൻസ് ക്ലാസ്സിൽ നിന്ന് പോയപ്പോ ഈ 20 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 1 കിലോഗ്രാം കൂടി. അങ്ങനെ ആവറേജ്, അപ്പൊ ഈ പോയ 2 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 60 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആവറേജ് വെയിറ്റ് 20 കുട്ടികളും ക്ലാസ്സിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. 20 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 കുട്ടികൾ ആ ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ അവരുടെ ആവറേജ് വെയിറ്റ്, ബാക്കി 18 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 1 കിലോഗ്രാം കൂടി. ഓക്കെ, ആവറേജ് വെയിറ്റ്, ഈ പോയ 2 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് എത്രയാ? 60 കിലോഗ്രാം ആണെങ്കിൽ ക്ലാസിന്റെ ഇനീഷ്യൽ ആവറേജ് വെയിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചെയ്ത് നോക്കില്ലേ? ഇതൊക്കെ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ 30 സെക്കൻഡ് സമയം തരാം. ഓക്കെ, ട്രൈ ചെയ്യട്ടോ.
ഹലോ, ചെയ്ത് നോക്കിയോ? അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവല്ലേ? ഓക്കെ, നമുക്ക് എന്താ തന്നിരിക്കുന്നത്? Let us take average weight of 20 students is x. നമുക്ക് ആവറേജ് വെയിറ്റ് ഓഫ് 20 സ്റ്റുഡൻസ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിന് എക്സ് എന്ന് എടുക്കാം. 2 കുട്ടികള് ക്ലാസ്സിൽ നിന്ന് പോയപ്പോ ആവറേജ് എത്ര കുറഞ്ഞു എന്നാ പറഞ്ഞത്? 1 കിലോഗ്രാം കുറഞ്ഞു. അപ്പോ when 2 students left the class, average is x minus 1. ഇനീഷ്യലി എക്സ് ആയിരുന്നു, 2 കുട്ടികൾ പോയപ്പോ എക്സ് മൈനസ് 1 ആയി. ഓക്കെ, നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് പറഞ്ഞാൽ y/20 ആണെന്ന് എടുക്കാം അല്ലെ. y സമയം എത്രയാണെന്ന് നമുക്കറിയില്ല, ആവറേജ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു y/20. ആകെ അറിയുന്നത് 20 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു y/20 എന്ന് എഴുതി കൂടെ. അതായത് 20 കുട്ടികളുടെ വെയിറ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ 20 കുട്ടികളുടെ വെയിറ്റിന്റെ സമ്മ് y ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു y/20 എന്ന് നമുക്ക് എഴുതാം അല്ലേ. വേറൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് ആവറേജ് വെയിറ്റ് ഓഫ് ദ 2 സ്റ്റുഡൻസ്, 2 കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പോയി, അപ്പോഴാണ് ആവറേജ് വെയിറ്റ് x-1 ആയിട്ട് കുറഞ്ഞത്. ആ പോയ 2 കുട്ടികളുടെ വെയിറ്റിന്റെ ആവറേജ് എത്രയാ? 60 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവരുടെ വെയിറ്റിന്റെ സമ്മ എത്രയാ? 120 അല്ലേ. അതായത് ആവറേജ് 60 ആണ്, ഈസ് ഈക്വൽ ടു x/2 ആണ്. അതായത് സമ്മ രണ്ടുപേരുടെയും വെയിറ്റിന്റെ സമ്മ ഇപ്പൊ എത്രയാ? 60 × 2. 60 × 2 എത്ര? 120. രണ്ടുപേരുടെയും വെയിറ്റിന്റെ സമ്മ 120 ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വേറൊരു ഇക്വേഷൻ എഴുതി കൂടെ? x+1 is equal to y minus 120 divided by 18. Okay. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഈ സെക്ഷനിൽ പറ്റിയിട്ടുണ്ട്. 2 സ്റ്റുഡൻസ് ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ ആവറേജ് 1 കൂടുകയാണ് വേണ്ടത്. ഇവിടെ x+1 എന്നാണ്. ഓക്കെ, അപ്പൊ x+1 is equal to y minus 120/80 എന്ന് എഴുതി കൂടെ? എങ്ങനെ ഇത് എഴുതിയത് മനസ്സിലായില്ലേ? 2 കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പോയി, അപ്പോ ആവറേജ് 1 കൂടി. ഇനീഷ്യലി ആവറേജ് എക്സ് ആയിരുന്നു, എക്സിന്റെ വാല്യൂ 1 കൂടി, മീൻസ് x+1. ഇനീഷ്യൽ സം എത്രയായിരുന്നു നമ്മൾ എടുത്തത്? y അല്ലേ എടുത്തത്. വൈയിൽ നിന്ന് 2 കുട്ടികൾ പോയപ്പോ, അതായത് 120 കിലോഗ്രാം വെയിറ്റ് ഉള്ള 2 പേരല്ലേ പോയത്? y minus 120. എണ്ണം കുറഞ്ഞില്ലേ? 2 കുട്ടികൾ പോയപ്പോ ഇനീഷ്യലി 20 ഉണ്ടായിരുന്നത് ഇപ്പൊ എത്രയായി? 18 മാറി അല്ലെ. അപ്പൊ x+1 is equal to y minus 120/18. അങ്ങനെ എഴുതാം നമുക്ക് അല്ലെ. ഇതിന് നമുക്ക് എക്സിന് എന്ത് എഴുതാൻ പറ്റും? y minus 120/80. x+1 ഇവിടെ പോയ -1 ആവില്ലേ. എക്സിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താല് y minus 120 minus 80 divided by 80 എന്ന് എഴുതാൻ പറ്റും. x is equal to 120 minus 120 minus 18 എത്ര? -138 അല്ലേ. x is equal to y minus 138 divided by 18 എന്ന് എഴുതാൻ പറ്റും. ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്താ ഇതിന് എന്താ കിട്ടിയത്? y/20 is equal to y minus 138/80 എന്ന് എഴുതാം. എന്താ കാരണം? നമുക്ക് എക്സിന്റെ വാല്യൂ x is equal to എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/20 ആണ് നമുക്ക് എഴുതാം. നമുക്ക് ആദ്യം അറിയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സിന് പകരം y/20 എന്ന് എഴുതി കൂടെ? y/20 equal to y minus 138 divided by 18. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 18y is equal to 20y minus 20 into 138 2760 ആണ്, 2760 ആണ്.
ഇതിൽ നിന്ന് ഈ 20y ഇന്ന് 20y നിന്ന് 18y പോയാൽ 2y is equal to 2760 എന്ന് കിട്ടും. y equal to 1380 എന്ന് കിട്ടും. 2y പറയുമ്പോൾ 2760 ആണ്. അപ്പൊ y എന്ന് പറയുമ്പോൾ 2760 ഡിവൈഡഡ് ബൈ 2 1380 ആണ്. അപ്പൊ ഇനീഷ്യൽ ആവറേജ് നമുക്ക് കാണാൻ എന്ത് ചെയ്യാൻ പറ്റും? 1380. ഇനീഷ്യലി എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്? 20 കുട്ടികളല്ലേ ഉണ്ടായിരുന്നത്? ഡിവൈഡഡ് ബൈ 20. ഓക്കെ, 13 ആവുമ്പോൾ 6, 18 9 69. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ടത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളവർക്ക് പറയാം. ആവറേജ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിട്ടുള്ളത്. ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ വെയിറ്റ് ഒന്ന് കൂടി എന്നാണ് പറഞ്ഞത്. x+1 ആയി. എക്സ് എന്ന് പറഞ്ഞാൽ y/20 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റും. x+1 എന്ന് പറയുമ്പോൾ y-120/18 എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ എക്സിന്റെ അവസാനം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ ഈ എക്സിന് അവിടെ എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. y/20 is equal to y/20 is equal to y-130/18 എന്ന് എഴുതാം. ഇക്വേഷനെ സോൾവ് ചെയ്ത് വരുമ്പോൾ വൈയുടെ വാല്യൂ 1380 എന്ന് കിട്ടും. 1380 വൈയുടെ വാല്യൂ ആണ്, അതായത് ഇനീഷ്യൽ സം ആണ്. ഇനീഷ്യൽ സമ്മിന് ഇനീഷ്യൽ ആവറേജ് കാണണമെങ്കിൽ 1380 ഡിവൈഡഡ് ബൈ 20 69 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണോ? കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ എക്സാം ആവുന്ന ഇതൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും, എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? The average age of a group of 25 people was 28. If a man of 20 years leave the group and another one enters into the group, the average age is increased by 2. What is the age of new one enters into the group? Okay, എന്താ ചോദ്യം? 25 ആളുകളുള്ള ഒരു ഗ്രൂപ്പ്, അവരുടെ വയസ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 28 ആണ്. 20 വയസ്സുള്ള ഒരാള് ഗ്രൂപ്പിൽ നിന്ന് പോയി. എന്നിട്ട് ഗ്രൂപ്പിലേക്ക് വേറൊരാൾ വന്നു. അപ്പോ പുതിയൊരാൾ വന്നപ്പോ ഈ ആവറേജ് ഏജ് എന്തായി? 2 കൂടി. ആവറേജ് ഏജ് 28 ആയിരുന്നു, അത് 2 കൂടി എന്ന് പറയുമ്പോൾ 30 ആയി. ഒരാൾ പോയി, 20 കിലോ ഉള്ള ഒരാൾ പോയിട്ട് വേറൊരാൾ വന്നപ്പോ ആവറേജ് ഏജ് കിലോ അല്ല, വയസ്സുള്ള ഒരാൾ പോയി, വേറൊരാൾ വന്നപ്പോ ആവറേജ് ഏജ് എത്രയായി? 2 കൂടി. അങ്ങനെയാണെങ്കിൽ പുതിയ വന്ന ആളുടെ ഏജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 25 ആളുകളുള്ള ഒരു ഗ്രൂപ്പ്, അതിന്റെ ആവറേജ് ഏജ് 28 ആണ്. 20 വയസ്സുള്ള ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയി, എത്രയോ വയസ്സുള്ള ഒരാൾ ഇങ്ങോട്ട് വന്ന ആൾ എത്രയോ നമുക്കറിയില്ല. പക്ഷെ ഇയാൾ വന്നപ്പോ എന്താ ചേഞ്ച് ഉണ്ടായതെന്ന് വെച്ചാൽ ആവറേജ് ഏജ് 2 കൂടി, അതായത് 28 എന്നുള്ളത് 30 ആയി മാറി. അങ്ങനെയാണെങ്കിൽ പുതിയ വന്ന ആളുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കില്ലേ? 30 സെക്കൻഡ് തരാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ മാത്രം മനസ്സിലാക്കുക, പിന്നെ നമ്മുടെ ലോജിക് ഒക്കെ അപ്ലൈ ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഹലോ, ആൻസേഴ്സ് കിട്ടിയോ? അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ? ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിൽ വരേണ്ട ബേസിക് ഇക്വേഷൻ എന്താ? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏജ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ആവറേജ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 28 ആണ് തന്നിട്ടുണ്ട്.
25 സ്റ്റുഡൻസിന്റെ ആവറേജ് 28 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സം എത്രയാ? എക്സ് ഈസ് ഈക്വൽ ടു 28 ഇൻറ്റു 25 അല്ലേ? 28 ഇൻറ്റു 25 എത്രയാണെന്ന് ചെയ്ത് നോക്കൂ. 700 കിട്ടും അല്ലേ? 700 ആണ് 28 ഇൻറ്റു 25. അപ്പോ ടോട്ടൽ ഏജ് 25 കുട്ടികളുടെ ടോട്ടൽ ഏജ് 700 ആണെന്ന് കിട്ടി. ഗ്രൂപ്പിൽ നിന്ന് പോയ ആൾക്ക് എത്ര വയസ്സാണ് പറഞ്ഞത്? 20 വയസ്സാണ്. അപ്പോ x1 എന്ന് പറഞ്ഞ ഒരാള് ഗ്രൂപ്പിൽ നിന്ന് പോയപ്പോ 700 മൈനസ് 20 എത്ര? 680. കാണുന്നുണ്ടോ? ഓക്കെ, 700 മൈനസ് 20 680 എന്ന് കിട്ടി. അപ്പൊ പുതിയ ആവറേജ് എത്രയാ? പുതിയ ആവറേജ് 30 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരാൾ പോയി വേറൊരാൾ വന്നപ്പോ പുതിയ ആവറേജ് 2 കൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 28ന്റെ കൂടെ 2 കൂട്ടിയ എത്രയാ? 30. ന്യൂ ആവറേജ് 30 ആണ്. അപ്പൊ 30 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നിരിക്കുന്നത്? ഈ ഒരാൾ 20 വയസ്സുള്ള ഒരാള് പോയപ്പോ സമ്മ് 680 680 പ്ലസ് ഈ വന്ന ആളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ 25 അല്ലേ? ഇതല്ലേ വരിക? 30 എന്ന് പറഞ്ഞാൽ പുതിയ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോയപ്പോഴുള്ള ആവറേജ് പ്ലസ് പുതിയ വന്ന ആളുടെ വെയിറ്റ് നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ നമ്പറിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ഒരാൾ പോയി വേറൊരാൾ വന്നു, 25 തന്നെ, 25. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 30 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 680 പ്ലസ് എക്സ് ആണ് എഴുതാം. 30 ഇൻറ്റു 25 എത്രയാ? 750. 750 എന്ന് പറഞ്ഞാൽ 680 പ്ലസ് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ലല്ലോ. 750 മൈനസ് 600, 750 മൈനസ് 680, 750 മൈനസ് 680, 680 എത്രയാ? 70. 70 അല്ലേ ആൻസർ കിട്ടിയത്? മനസ്സിലായില്ലേ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്ന ഡാറ്റകളൊക്കെ അപ്ലൈ ചെയ്യുക. ആവറേജിന്റെ ഇക്വേഷൻ മാത്രം മനസ്സിലുണ്ടായാൽ മതി. ആവറേജിൽ നിന്ന് സമ്മ് കണ്ടുപിടിക്കുക, സമ്മിൽ നിന്ന് പോയ ആളുടെ വയസ്സ് കണ്ടുപിടിക്കുക. പുതിയ ആവറേജ് 30 തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Next question. The arithmetic mean of the weight of 14 students in a class is 42 kilograms. If the weight of the teacher is also included, the mean weight increases by 600 grams. Then the weight of the teacher is. Okay, and the question? ഒരു ക്ലാസ്സിലെ 14 കുട്ടികളുണ്ട്. അവരുടെ വെയിറ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 42 കിലോഗ്രാം ആയിരുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സിലെ ടീച്ചറുടെ വെയിറ്റ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ക്ലാസ്സിലെ ടീച്ചറുടെ വെയിറ്റ് കൂടെ കൂട്ടിയപ്പോ മീൻ വെയിറ്റ് 600 ഗ്രാം കൂടി. 600 ഗ്രാമാ കൂടിയത്. 42 കിലോഗ്രാം ആയിരുന്നു, 600 ഗ്രാം കൂടി. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ ടീച്ചർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ദെൻ ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഈസ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുവോ? കുറച്ച് സമയം തരാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ആൻസേഴ്സ് കമന്റ്സ് ആയിട്ട് ഇടൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഹലോ, ചെയ്ത് നോക്കിയോ? എത്ര പേർക്ക് ആൻസേഴ്സ് കിട്ടി? ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും ചെയ്യേണ്ടി വരിക. ആവറേജ് 14 കുട്ടികളുടെ ആവറേജ് 42 തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് 42 ആണെങ്കിൽ x/14 സമ്മ് കാണാൻ പറ്റും. പുതിയ ടീച്ചർ വെയിറ്റ് നമുക്കറിയില്ല. അപ്പോ അത് എക്സിന്റെ കൂടെ ഇതുകൂടി കൂട്ടി 42.6 600 ഗ്രാം 0.6 കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് പക്ഷെ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയി തോന്നിയില്ലേ? അപ്പൊ ഞാൻ ചെറിയ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നാലോ. ഇത്തരം ക്വസ്റ്റ്യൻസ്, അതായത് അരിത്മെറ്റിക് മീൻ ഓഫ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ഈസ് 42, അതായത് പുതിയ ഒരാളുടെ വെയിറ്റ് കൂടെ കൂട്ടിയപ്പോൾ പുതിയ ആളുടെ വെയിറ്റ് എത്രയായിരിക്കും, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ടാവുക? നമ്പർ ഓഫ് പീപ്പിൾ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഒരു കോളം വരയ്ക്കാം. ഇതിൽ എന്തൊക്കെ എഴുതണം? നമ്പർ ഓഫ് പീപ്പിൾ, പ്രീവിയസ് ആവറേജ്, ന്യൂ നമ്പർ, ന്യൂ ആവറേജ്. ഈ രണ്ട് സാധനം, നമ്പർ ഓഫ് പീപ്പിളും ന്യൂ നമ്പറും തമ്മിലുള്ള ഡിഫറൻസിനെ y എന്നും, ഈ രണ്ട് ഡിഫറൻസ് പ്രീവിയസ് ആവറേജും ന്യൂ ആവറേജും തമ്മിലുള്ള ഡിഫറൻസിനെ x എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ, വെയിറ്റ് ഓഫ്, ഇത് വെയിറ്റിന്റെ കേസിൽ മാത്രമല്ല, ഇങ്ങനെ പുതിയതായി വരുന്ന എല്ലാ കാര്യം, ഇത്ര കുട്ടികളുടെ മാർക്ക് ഇത്രയായിരുന്നു, പുതിയതായി ഒരു കുട്ടി വന്നപ്പോൾ ആവറേജ് ഇത്ര ചേഞ്ച് ചെയ്തു, അങ്ങനെയാണെങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഇത്ര. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മുമ്പ് ചെയ്തു. ആ ചെയ്ത സ്ഥലങ്ങളിൽ ഈ ട്രിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ. ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ വാല്യൂ വലിച്ചെഴുതാതെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. നമ്മൾ എപ്പോഴും കുറേ നേരം മാത്സിന് നമുക്ക് കുറേ സമയം കിട്ടിക്കോളുന്നില്ല. അപ്പൊ മാക്സിമം ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുകയാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് അതേ കൂടെ വേണം. അതുകൊണ്ടാണ് അത് കൺസെപ്ച്വൽ ആയിട്ട് ആദ്യം പറഞ്ഞു പോയത്. അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ ഞാൻ അതൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പീപ്പിൾ, ന്യൂ നമ്പർ, പ്രീവിയസ് ആവറേജ്, ന്യൂ ആവറേജ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഇത് ഇൻറ്റു എക്സ്, നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു എക്സ്, പിന്നെ പ്ലസ് ന്യൂ ആവറേജ് ഇൻറ്റു വൈ. അപ്പോ നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു എക്സ്, ന്യൂ ആവറേജ് ഇൻറ്റു വൈ. രണ്ടിന്റെ സമ്മാണ് എന്ത്? വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ. ഇതിന്റെ രണ്ടിന്റെ കൂടെയുള്ള സമ്മാണ് വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ. മനസ്സിലായില്ലേ? നമ്പർ ഓഫ് പീപ്പിൾ, ന്യൂ നമ്പർ, പ്രീവിയസ് ആവറേജ്, ന്യൂ ആവറേജ്. ഇതിന്റെ ഡിഫറൻസ്, നമ്പർ ഓഫ് പീപ്പിളിന്റെ ന്യൂ നമ്പറിന്റെ ഡിഫറൻസ് ആണ് വൈ, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ, മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡന്റ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു എക്സ്, ഇത് ഇൻറ്റു എക്സ്, ന്യൂ ആവറേജ് ഇൻറ്റു വൈ. ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ? ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോയി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ കിട്ടും. അപ്പൊ നമുക്ക് തന്ന ഡാറ്റകളൊക്കെ ഇതിൽ ഇട്ടാലോ? നമ്പർ ഓഫ് പീപ്പിൾ 14 ടീച്ചറും കൂടെ വന്നപ്പോ എത്രയായി? 15 ഡിഫറൻസ് എത്രയായി? 15ഉം 14 ഡിഫറൻസ് ഒന്നല്ലേ? എന്താ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 42 കുട്ടികളുടെ വെയിറ്റിന്റെ ആവറേജ്. ടീച്ചർ കൂട്ടിയപ്പോ 600 ഗ്രാം കൂടി. 600 ഗ്രാം കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് 42.6 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 42.6. എത്ര ഡിഫറൻസ്? 0.6, 0.6 അല്ലേ? അല്ലേ ഡിഫറൻസ്? ഓക്കെ, ഇനി ഇത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞാല് 14 ഇൻറ്റു നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു വെയിറ്റ് ഓഫ് ടീച്ചർ എത്രയാണ് നമ്മൾ കാണേണ്ടത്? വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സന്റെ വെയിറ്റ് കാണാൻ എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു എക്സ്, എക്സിന്റെ വാല്യൂ 0.6 പ്ലസ് 42.6 എന്താ? ന്യൂ ആവറേജ് ഇൻറ്റു വൈ. വൈയുടെ വാല്യൂ എത്രയായിരുന്നു? 14ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒന്നാണെന്ന് പറഞ്ഞു അല്ലേ? 1. ഓക്കെ, 14 ഇൻറ്റു 0.6 പ്ലസ് 42.6 ഇൻറ്റു 1. 14 ഇൻറ്റു 0.6 ഒന്ന് ചെയ്ത് നോക്കുവോ? 8.4 കിട്ടിയോ? 14 ഇൻറ്റു
0.6ന്റെ വാല്യൂ 8.4 ആണ്. 8.4 പ്ലസ് 42.6 8.4ഉം 42.6ഉം കൂടി കൂട്ടിയാൽ 51 എന്ന ആൻസർ കിട്ടും. അപ്പൊ ടീച്ചറുടെ വെയിറ്റ് എത്രയാ? 51 kg. അപ്പൊ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഷോർട്ട് കട്ട് ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ഡിഫറൻസ്, വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ, വെയിറ്റ് ഓഫ് ന്യൂ മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡന്റ്, അങ്ങനത്തെ ഒക്കെ ചോദ്യം വരുമ്പോൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. നമ്പർ ഓഫ് പീപ്പിൾ, ന്യൂ നമ്പർ, പ്രീവിയസ് ആവറേജ്, ന്യൂ ആവറേജ്. നമ്പർ ഓഫ് പീപ്പിളും ന്യൂ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് y, പ്രീവിയസ് ആവറേജ് ന്യൂ ആവറേജ് തമ്മിലുള്ള ഡിഫറൻസ് x. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ എന്താ? നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു എക്സ് പ്ലസ് ന്യൂ ആവറേജ് ഇൻറ്റു വൈ, രണ്ടും കൂടെ സം ചെയ്യാം പ്ലസ്. ഓക്കെ, ഇതാവുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കാണണ്ട, വൈന്റെ വാല്യൂ കാണണ്ട, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കുറെ സമയം ലാഭിക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കുന്നു വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. Okay, the average of 10 numbers is 12. If we subtract 3 from each number, what is the new average? Okay, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവരും ചെയ്യണം. ഓക്കെ, ഇഫ് ദ ആവറേജ് ഓഫ് 10 numbers is 12, 10 സംഖ്യകളുടെ ആവറേജ് എത്രയാ? 12 ആണ് തന്നിട്ടുണ്ട്. എല്ലാ നമ്പറിൽ നിന്നും നമ്മൾ 3 കുറച്ചു. എല്ലാ നമ്പറിൽ നിന്നും 3 കുറച്ചപ്പോ പുതിയ ആവറേജ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. 10 സംഖ്യകളുടെ ആവറേജ് 12 ആയിരുന്നു. എല്ലാത്തിൽ നിന്നും നമ്മൾ 3 കുറച്ച് കഴിഞ്ഞപ്പോ പുതിയ ഒരു ആവറേജ് കിട്ടി. ആ ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം. ചെയ്തു നോക്കുവോ? ഇതിന് 30 സെക്കൻഡ് ധാരാളമാണ്. 30 സെക്കൻഡ് ഞാൻ തരുള്ളൂ. വേഗം ചെയ്ത് കമന്റ് ചെയ്യാം. അപ്പൊ ആൻസേഴ്സ് ഓക്കെ കമന്റ്സ് ആയി വന്നിട്ടുണ്ട്. കറക്റ്റ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബേസിക് ഇക്വേഷൻ മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന, അധികം ചിന്തിക്കൊന്നും വേണ്ടാത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. എന്താ തന്നിട്ടുള്ളത്? ആവറേജ് ഓഫ് 12 നമ്പേഴ്സ്, 10 നമ്പേഴ്സ് 12 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ആവറേജ് ടോട്ടൽ ബൈ 10 അല്ലേ? ടോട്ടൽ എത്രയെന്ന് കിട്ടും? 10 ഇൻറ്റു 12 120 ആണ്. എന്താ പറഞ്ഞത്? എല്ലാ നമ്പറിൽ നിന്നും 3 കുറച്ചു എന്ന് പറഞ്ഞാല് 10 ഇൻറ്റു 10 നമ്പേഴ്സ് ഉണ്ട്. എല്ലാത്തിനും 3 കുറച്ചാൽ 10 ഇൻറ്റു 3 30 അല്ലേ കുറച്ചത്? 120 മൈനസ് 30 എത്രയാ? 90 അല്ലേ? അപ്പൊ ന്യൂ ആവറേജ് 90 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 10 9. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് 12 തന്നിട്ടുണ്ട്. സം ഓഫ് 10 നമ്പേഴ്സ് കാണുക. എല്ലാത്തിനും 3 കുറച്ചു എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 3 ചെയ്യുക. 10 ഇൻറ്റു 3 30 ആണ്. 30 ആണ്. അതിന്ന് സമ്മിൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ ന്യൂ സം കിട്ടും, 90 എന്ന് കിട്ടും. അപ്പൊ ന്യൂ ആവറേജ് എന്താ? 90 ബൈ 10 9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? The average marks obtained by 120 candidates in a certain examination is 35. If the average marks of past candidate is 39,
and that of the failed candidates is 15. What is the number of candidates who passed the examination? എന്താ ചോദിച്ചിരിക്കുന്നത്? 120 കുട്ടികൾ ഒരു എക്സാം എഴുതി. അവർ ആ എക്സാം എഴുതിയിട്ട് കിട്ടിയ മാർക്കിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 35 ആണ്. അതിൽ പാസ്സായ കുട്ടികളുടെ ആവറേജ് 39ഉം ഫെയിൽ ആയ കുട്ടികളുടെ ആവറേജ് 15ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഹു പാസ് ദ എക്സാമിനേഷൻ എന്താ തന്നിരിക്കുന്നത്? ആവറേജ് ആണ് തന്നിരിക്കുന്നത്. ആവറേജ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അതിന്ന് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, 120 കുട്ടികളുടെ ആവറേജ് മാർക്ക് 35 ആണ് തന്നിട്ടുണ്ട്. പാസ്സായ ആളുകളുടെ 39ഉം ഫെയിലായ ആളുകളുടെ 15ഉം ആണ്. അങ്ങനെയാണെങ്കിൽ പാസ്സായ ആളുകളുടെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കുമോ? ഹലോ, ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം തന്നത്. ഉത്തരങ്ങളിലൊന്നും ഇന്ന് കമന്റ് ആയി വന്നിട്ടില്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ചെയ്തെടുക്കണേ കുറച്ച് സമയമുള്ളതായി തോന്നും. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്താലോ? ഇത് എങ്ങനെയാണ് കൺസെപ്റ്റുവലായി ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയായിരിക്കും? ആവറേജ് മാർക്ക് ഓഫ് 120 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 35 ആണ്. അപ്പോൾ x/120 35 ആണ്. അതിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പാസ്സായ കാൻഡിഡേറ്റ്സിന്റെ ആവറേജ്, പാസ്സായ കാൻഡിഡേറ്റ്സിന്റെ മാർക്സ് y ആണെന്ന് എടുക്കുക. ഇത് നമുക്ക് അറിയില്ല. ഇത് x ആയി എടുത്താൽ 120 മൈനസ് എക്സും എക്സും, അതായത് പാസ്സായ കുട്ടികളുടെ എണ്ണം x ആയി എടുത്താല് ഫെയിലായ കുട്ടികളുടെ എണ്ണം 120 മൈനസ് എക്സ് ആയിരിക്കില്ലേ? ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് എക്സിനും വൈനും വാല്യൂ കണ്ടുപിടിക്കൊക്കെ വേണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എക്സാം ഹോളിൽ ഇത് ചെയ്യാൻ കുറച്ച് സമയം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊന്നും നോക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ ചെറിയ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നോക്കിയാലോ? നമുക്ക് കിട്ടിയ ഡാറ്റിനെ ഇങ്ങനെ എഴുതി വയ്ക്കാം. പാസ്ഡും ഫെയിൽഡും. ഓക്കെ, പാസ് y1 y2 x മൈനസ് y1 x മൈനസ് y2. ഇതെങ്ങനെ വരിക? y1 ഉം y2 നമ്മൾ എഴുതും. ഓക്കെ, y1 എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് മാർക്ക് ഓഫ് പാസ്റ്റ് കാൻഡിഡേറ്റ്. പാസ്റ്റിൽ എവിടെ എഴുതിയിരിക്കുന്നത്? പാസ്സായ കുട്ടികളുടെ എണ്ണത്തിന് y1 എന്നും ഫെയിൽ ആയ കുട്ടികളുടെ എണ്ണത്തിന് y2 എന്നും എഴുതാം. x എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം കുട്ടികൾക്ക് കിട്ടിയ ആവറേജ് ഇല്ലേ, അതാണ് എക്സ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സ് മൈനസ് y1, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സ് മൈനസ് y2, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ് മൈനസ് y1. അപ്പോ നമ്പർ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽ ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ. റേഷ്യോ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽ ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ടോട്ടൽ സ്ട്രെങ്ത്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും.
റേഷ്യോ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽഡ്. നമ്പർ ഓഫ് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ കാണേണ്ടത് നോക്കുക. റേഷ്യോ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽഡ്, സം ഓഫ് റേഷ്യോ, ടോട്ടൽ സ്ട്രെങ്ത്. ഓക്കെ, സോറി, എക്സ് മൈനസ് വൈ വണ്ണും എക്സ് മൈനസ് വൈ ടു തന്നെയാണ് കേട്ടോ. എക്സ് മൈനസ് വൈ വൺ, എക്സ് മൈനസ് വൈ ടു. ഈ നമ്പർ വെച്ചിട്ട് നോക്കല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമിനേഷൻ 35 തന്നിട്ടുണ്ട്. പാസ്സായ കുട്ടികളുടെ ആവറേജ് 39ഉം ഫെയിലായ കുട്ടികളുടെ ആവറേജ് 15. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതേണ്ടത്? ടോട്ടൽ സ്റ്റുഡൻസിന്റെ മാർക്സിന്റെ ആവറേജ് അത് എത്രയാ? 35. ഇവിടെ എഴുതി. പാസ്സായ ആളുകളുടെ എത്രയാ? 39. ഫെയിലായ ആളുകളുടെ എത്ര? 15. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പാസ് എന്ന് പറയുമ്പോ പാസ്സായ ആളുകളുടെ റേഷ്യോ ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു നമ്പർ. ഇതെന്ത് ചെയ്യണം? നമ്പർ ഓഫ് പാസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഷ്യോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 39 മൈനസ് 35 4, 15 മൈനസ് 35 20. അപ്പൊ ഇവിടെ അല്ലേ പാസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇതാണ് പാസ് ആൾക്കാരുടെ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 120. 24ഉം 120ഉം എത്ര പ്രാവശ്യം നമുക്ക് എഴുതാൻ പറ്റും? ഇവിടെ 5 എഴുതിക്കൂടെ? അപ്പൊ 20 ഇൻറ്റു 5 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെ പാസ്സായതും ഫെയിലായ ആളുകളുടെ നമ്പർ ആണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ നമ്പർ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് പാസ്ഡ് ഓർ ഫെയിൽ ബൈ സം ഓഫ് റേഷ്യോ, ഓക്കെ, ഇൻറ്റു ടോട്ടൽ സ്ട്രെങ്ത്. അപ്പൊ നമ്മൾ ഇപ്പൊ പാസ്സായ ആളുകളെ കണ്ടത്. ഇനി ഫെയിലായ ആളുകളെയാണ് ചോദിച്ചത് വെച്ചാൽ നമ്മളിവിടെ എന്ത് എഴുതണം? റേഷ്യോ ഓഫ് ഫെയിൽഡ് എത്രയായിരുന്നു? 4 ബൈ 20 ഇൻറ്റു 120. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഒരു UPSCയുടെ PYQ ആണ്. PSC ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഈ ചോദ്യം കണ്ടില്ല. പക്ഷെ ഇത് LSTSന്റെ പ്രിലിംസ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ മെത്തേഡ്സും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.